ഇവരെണ്ണം തിരിച്ചു വന്ന്. അതായത് പടം കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് വന്നത്. കാര്യം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവൻ പോളി തിരിച്ചു വന്നത്. കാര്യം നമ്മുടെ ജനങ്ങളെല്ലാവരും കരയിപ്പിച്ചതാണ്. ഞാൻ സങ്കടം കൊണ്ടാണ് പറയുന്നത്. കാര്യം ഒരു അതായത് നമ്മുടെ ആടുജീവിതം പോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ടവൻ ഒരു കൈലിയും ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോയി ഹിറ്റ് അടിച്ചത്. ഒരു മരുഭൂമിയിൽ പോയി നിന്ന് അവിടെ ഒരു പാകിസ്ഥാനിയുടെ കൂടെ നിന്ന് ജോലി ചെയ്ത് ഒട്ടകത്തിനെ നോക്കാൻ നിന്ന്. മലയാളി ഫ്രം ഇന്ത്യ, ജാഗ്രഹയും വീർ ജവാൻ ജിയോ ജോയ് ഹിന്ദുസ്ഥാൻ. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അഭിമാനിക്കണം. അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, പൊളിയാണ്. പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒന്നുമില്ല. കോമഡിയാണോ എന്താണ്? ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ മൂവിയുടെ പോലെ. ഫസ്റ്റ് ഹാഫ് വാസ് കോമഡി, പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കുറച്ച് സീരിയസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ന്യൂനുമായിട്ടുള്ള സീരിയസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. നിവിൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ആയാലും കൊള്ളാം, സ്റ്റോറി വൈസ് ആയാലും കൊള്ളാം. നല്ലൊരു ഫിലിം തന്നെയാണ്. എങ്ങനെ കോമഡിയും കാര്യങ്ങളാണോ? കുറച്ച് കോമഡി ഉണ്ട്. കോമഡി അല്ല, വേറൊരു ട്രാക്കിലോട്ടാണ് പടം പോകുന്നത്. ഇപ്പം ഡയറക്ടറിന്റെ പഴയ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്? അതേ റേഞ്ച് തന്നെയാണ്. പടം തന്നെയാണ്, ഫീൽ ഗുഡ് പടമാണ്. അതേ സെയിം റേഞ്ച് തന്നെയാണ് പോകുന്നത്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഡിജോയുടെ പടം എന്നുള്ള രീതി കാണാം. നിവിന്റെ കോമഡി സാധനങ്ങളൊന്നും ഇപ്പൊ നിതിൻ മോളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരാൻ പാടില്ല. ഡിജോയുടെ പടം എന്നുള്ള രീതി നല്ല പടമാണ്. ആ ഒരു റേഞ്ച്, ആ ഒരു കൈൻഡ് ഓഫ് പടം തന്നെയാണ്. ഡിഫറെന്റ് സ്റ്റോറിയാണ്, പക്ഷെ കൊള്ളാം, നല്ല പടമാണ്. അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ളൊരു സാധനമൊന്നും ഇല്ല ആക്ച്വലി. അതൊന്നും അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ട്, ബട്ട് അങ്ങനെ കോമഡി വർക്കൗട്ട് ആവുന്ന സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് സീരിയസ് ആണ് കഥ ആക്ച്വലി. സിനിമ എങ്ങനെയുണ്ട്? ബാക്കിയുള്ള സിനിമ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്? എല്ലാത്തിലും നമ്മുടെ എന്താ മലയാളികൾക്ക് വേണ്ടിയുള്ള പടമാണിത്. പിന്നെ ഇപ്പം ഇവിടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അതിൻ്റെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ബോണ്ടിങ് ആണ് പറയുന്നത്. അത്യാവശ്യം പടം അടിപൊളിയാണ്. ഇത് മസ്റ്റ് വാച്ചാണ്. കോമഡി ഉണ്ട്. ധ്യാനിന്റെ നിയമം കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ധ്യാനം നിയമൊളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. It's very good. His acting, it's like a comeback. The old Nivin is back. That's all. It's a very good movie. നിവിൻ എങ്ങനെയുണ്ട്? ഒരു കോംബോ എങ്ങനെയാണ്? പാട്രിയോട്ടിസവും പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിവിന്റെ പെർഫോമൻസ് എടുത്തു പറയാൻ രണ്ട് മിക്സഡാണ്. നല്ല മൂവിയാണ്, വാച്ചബിൾ മൂവി. വേറെ തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കോമഡി അല്ല, കുറച്ചൊക്കെ അത്യാവശ്യത്തിലുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് ശേഷമുള്ള ഇതാണ്. അപ്പൊ ആ രീതിക്ക് സിനിമ നിലനിർത്തണം. ജനഗണമന അത്ര ഇല്ലേലും കുഴപ്പമില്ല. നിവിൻ പോളിയുടെ ഹൈലൈറ്റ് ഒക്കെ എങ്ങനെയാണ്? സിനിമ എങ്ങനെയുണ്ട്? പടം ഒരു എബോ ആവറേജ് ആണ്. നിവിന്റെ കംബാക്ക് എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതായിരുന്നു. നിവിനും ധ്യാനിന്റെയും കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലതാണ്. പിന്നെ അതുപോലെ പാട്ടുകൾ അത്രത്തോളം എത്തിയിട്ടില്ല. പക്ഷെ ഡിജെ ജോസിന്റെ ഡയറക്ഷൻ വലിയ തെറ്റില്ല, നന്നായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നല്ല മെസ്സേജ് ഉണ്ട്. ഒരു ജസ്റ്റ് ക്യാമിയോ പോലെ തന്നെ സലീം കുമാർ ഉണ്ട്, അതുപോലെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അതൊക്കെ ഒരു നല്ല സൈറ്റ് ആയിരുന്നു. കാരണം ഒരുപാട് നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ഒരുപാട് കണ്ടന്റ് കുത്തി പോയി നിറച്ചു എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നല്ല സെന്റിമെന്റൽ സീൻസ് ഉണ്ട്, നല്ല കോമഡി ഉണ്ട്. മൊത്തത്തിൽ ഒരു നല്ല മൂവി. എന്തായാലും എല്ലാവർക്കും തിയേറ്റർ മസ്റ്റ് കാണണം. അത് ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഞാനും നിവിനും നല്ല കോമ്പിനേഷനാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡി ഉണ്ട്, നല്ല രസമുണ്ട്. ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ പോലും ഒരുപാട് സെന്റിമെന്റൽ, ഒരുപാട് ഇത് ലാഗ് എവിടെയെങ്കിലും വരുമെന്ന് തോന്നുന്ന സമയം ഒരുപാട് കോമഡീസ് ഉണ്ട്. അത് ഓവർകം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു നല്ലതാണ്. എന്തായാലും വന്ന് കാണാനുള്ളതുണ്ട്. ജനഗണമനയുടെ അത്രത്തോളം വരില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും നല്ല മൂവിയാണ്. എന്തായാലും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണാനുള്ളതാണ്. നിവിന്റെ കംബാക്ക് ആണ്. നിവിന്റെ നല്ല ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഒരു പൊളിറ്റിക്കൽ സെറ്റയർ പ്ലസ് കുറെ മെസ്സേജസ് ഉണ്ട്, കുറെ രാഷ്ട്രീയമായ കാര്യമായ മെസ്സേജുകളും അതുപോലെ എഡ്യൂക്കേഷൻ ആണ് രാഷ്ട്രീയത്തിന് മുകളിൽ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഒരു വലിയൊരു മെസ്സേജ് തരുന്ന മൂവിയാണ്. അതെ.